السلام عليكم ورحمة الله وبركاته. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا، وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. شيخ الإسلام ابن تيمية رحمه الله തൗഹീദും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചും അതിലുള്ള ഫവായിദുകളെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പലതിലും സുദീർഘമായി പ്രതിപാദിക്കുന്നത് കാണാം. അദ്ദേഹത്തെ തുടർന്നുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലായും ഇതേ വിഷയം പല സ്ഥലങ്ങളിലും വിവരിക്കുന്നത് നമുക്ക് കാണാം. അതിന്റെ എല്ലാറ്റിന്റെയും അസ്ല് അള്ളാഹുവിന്റെ കിതാബിൽ നിന്നുള്ള ഒരു ആയത്താണ്. ഒരു പക്ഷേ ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ച് കേട്ടിട്ടുണ്ടാകാവുന്ന സൂറത്ത് മുഹമ്മദിലെ ആയത്താണ് അത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും. ഇതാണ് ആ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം ഫഅലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, നബിയെ നീ അറിയണം, ഇൽമ് നേടണം, പഠിക്കണം. അന്നഹു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഉണർത്തുമ്പോഴുള്ള തംബീഹാണ് അന്നഹു എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ന്യായമായും ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായി മറ്റാരും തന്നെ ഇല്ല എന്നതാണ് കാര്യം. വസ്തഗ്ഫിർ ലിദംബിക്, നിന്റെ തെറ്റുകൾക്ക് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കു വേണ്ടിയും. വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും, നിങ്ങളുടെ ചലനങ്ങളും അടക്കങ്ങളും നിങ്ങളുടെ യാത്രകളും താമസങ്ങളും നിങ്ങൾ സഞ്ചരിക്കുന്നതും നിങ്ങൾ അടങ്ങിയിരിക്കുന്നതും നിങ്ങളുടെ എല്ലാ അഹ്വാലുകളിലും അള്ളാഹു നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും. ഇവിടെ വളരെ സുപ്രധാനമായ പാഠങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആദ്യം ഈ ആയത്ത് തുടങ്ങുന്നത് ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുൽ ഇൽമിൽ ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ എന്ന് അധ്യായം നൽകാൻ തെളിവായി എടുത്തിട്ടുള്ളത് ഈ ആയത്താണ്. അത് സലഫുകളിൽ അദ്ദേഹത്തെക്കാൾ മുമ്പ് താബിഈങ്ങളിലും ഇതുപോലെ ഇസ്തിദ്ലാൽ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയത് ഇൽമു കൊണ്ടാണ്.
അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം, നമ്മുടെ കാര്യങ്ങൾ എല്ലാം അമല് ചെയ്യുന്നതിന് മുൻപായി ഇൽമു കൊണ്ടാണ് തുടങ്ങേണ്ടത്. വാക്കിനും പ്രവർത്തിക്കും മുൻപേ തുടങ്ങേണ്ടത് ആ കാര്യത്തെ സംബന്ധിച്ച് ഏതൊന്നിലേക്കാണോ, ഏത് വിഷയത്തിലേക്കാണോ നമ്മൾ ഉദ്യമിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവ്, അതിന് കൃത്യമായ സ്രോതസ്സിൽ നിന്ന് കൃത്യമായ വിധത്തിൽ പഠിച്ചു മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിപഥത്തിലേക്ക് അത് കൊണ്ടുവരാൻ. അതിനെ ആയത്ത് ഇസ്തിദ്ലാൽ ചെയ്യുന്നത് കാണാം. എന്നിട്ട് ഇതിൽ ഏറ്റവും സവിശേഷമായ, ഏറ്റവും അഫ്ളലായ ഇൽമാണ്, അതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തൽ നൽകിയത്. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ്. അള്ളാഹുവിന് നമ്മൾ ചെയ്യുന്ന സനാഅുകളിൽ ഏറ്റവും വലിയ സനാഅ് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. കാരണം അള്ളാഹുവിന്റെ അളമത്ത്, അവന്റെ വഹദാനിയത്ത്, അതാണ് അള്ളാഹുവിന്റെ ഏറ്റവും സുപ്രധാനമായ സിഫത്തും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തുന്ന, വാഴ്ത്തുന്ന വാക്കുകളിൽ ഏറ്റവും നല്ല വാക്കാണ്, ഏറ്റവും അഫ്ളലായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും അഫ്ളലായ ദുആയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും അഫ്ളലായ സനാഅാണ്, അള്ളാഹുവിനെ സ്തുതിക്കാൻ ഏറ്റവും തരപ്പെട്ട വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ സ്മരിക്കാൻ ഏറ്റവും തരപ്പെട്ട വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിനോട് ദുആ ഇരക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദുആയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശൈഖുൽ ഇസ്ലാം ഈ കാര്യം വിശദീകരിക്കുന്ന ഭാഗങ്ങളിൽ ഒന്ന്, ഒരു ചെറിയ ഭാഗം, പലപ്പോഴും ധാരാളക്കണക്കിന് ദുആകളിലും ദിക്റുകളിലും തൗഹീദ് പറഞ്ഞിട്ടാണ് അതിനുശേഷം അതിന്റെ കൂടെ ഇസ്തിഗ്ഫാർ പറയുന്നത് ഈ ആയത്തിൽ എന്നതുപോലെ തന്നെ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്, നിന്റെ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേട്. ഇസ്തിഗ്ഫാർ എന്ന അമല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സനാഅ്, ഖൗല്, ഈ പ്രവർത്തിക്കും വാക്കിനും മുൻപേ ഇൽമു കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആരംഭിച്ചത് എന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും, ഖൗലിനും അമലിനും വാക്കിനും പ്രവർത്തിക്കും മുൻപേ നമ്മുടെ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഖീദ, അതാണ് നമ്മുടെ വാക്കുകളെ രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തികളെ നന്നാക്കുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള അഖീദയാണ്, ഈമാനാണ്. ഈ കാര്യം ഒന്നിലധികം തവണ അബൂ ത്വാരിഖായിട്ടും നാമായിട്ടും ഈ സന്ദർഭങ്ങളിൽ വിവരിച്ചു പോന്നിട്ടുള്ളതാണ്. വാക്ക്, പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും ഒരു പരിഭാഷാ തലത്തിൽ മാത്രം നിന്നിട്ട് വാക്ക്, പ്രവൃത്തി എന്ന് മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു ചെറിയ ഭാഗത്ത് ഒതുങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം വീണ്ടും ഉണർത്തിയത്. നമ്മൾ പറയുന്ന വാക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന ശൈലി നമ്മുടെ അഖീദയായിരിക്കണം, നമ്മുടെ അഖീദക്കനുസരിച്ചായിരിക്കണം, നമ്മുടെ ഈമാനിന് യോജിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തികൾ, അവയെ നന്നാക്കുന്നത്, അവയുടെ റൂഹ എന്ന് പറയുന്നത് അത് മാ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന, ഹൃദയത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന, ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കുന്ന കാര്യമെന്തോ അതാണ് നമ്മുടെ പ്രവൃത്തിയെയും അമലിനെ അമലാക്കുന്നത്, ഇബാദത്തുകളാക്കുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വാക്കുകൾക്കും പ്രവർത്തികൾക്കും മുൻപായി നമ്മൾ നേടേണ്ടത് അതേ സംബന്ധിച്ചുള്ള കൃത്യമായ, അതിനെ ഈമാനാക്കുന്ന, ഈമാനിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന വാക്കും പ്രവൃത്തിയുമാക്കുന്ന അറിവെന്തോ ആ അറിവാണ്. അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും സഹാബ എപ്രകാരമാണോ അത് നേടിയത്, ആ ഫഹ്മ്, അതാണ് അതിന്റെ ഇൽമ് എന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാറും തൗഹീദും ഇങ്ങനെ ഒന്നിച്ചു വന്നിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ശൈഖുൽ ഇസ്ലാം പറയുന്നു, ഫശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിസുദ്ഖിൻ വയഖീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത്,
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്ക് അത് ഷഹാദത്താണ്. ഷഹാദത്ത് എന്ന് പറയുന്നത് സാക്ഷ്യ വചനമാണ്. സാക്ഷ്യമെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരാൾ സാക്ഷിയാകുന്നത്? താൻ കണ്ട കാര്യത്തിന്, താൻ സന്നിഹിതനായ ഒരു കാര്യത്തിന് മാത്രമേ ഒരാൾക്ക് സാക്ഷി നിൽക്കാൻ യോഗ്യതയുള്ളൂ. ആരുണ്ട് സാക്ഷി എന്ന് ചോദിക്കുമ്പോൾ ഒരു കോടതിയിൽ ഞാനുണ്ട്, നീ അവിടെ സന്നിഹിതനായിരുന്നുവോ, നീ അത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ സാക്ഷ്യം തള്ളുന്നത് പോലെ. അറിവില്ലാതെ, ഇൽമില്ലാതെ സാക്ഷ്യമുണ്ടാവില്ല. അത് തന്നെയും നമ്മുടെ അകക്കണ്ണുകൾ കൊണ്ട് കണ്ട് ബോധ്യപ്പെടുന്ന, ബസീറത്ത് കൊണ്ട് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള ആ കാഴ്ച, ആ അറിവ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് നമുക്ക് വേണ്ടത്. അവിടെയാണ്. എന്നിട്ട് നമ്മൾ അതിന് സാക്ഷികളാവുകയും നമ്മളത് നമ്മുടെ നാവുകൊണ്ട് ആ സാക്ഷ്യത്വം രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഷഹാദത്ത് ഷഹാദത്താകുന്നത്. ആ ഷഹാദത്ത് ബിസുദ്ഖിൻ വയഖീൻ, ഷഹാദത്തിന് അതിന്റെ ശുറൂത്തുകളുണ്ട്. വെറുതെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കുകൊണ്ട് മാത്രം ഉപകരിക്കുന്നതല്ല. നേരെ മറിച്ച് അതിന്റെ കൃത്യമായ ശുറൂത്തുകൾ, അതിന്റെ നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടുള്ളതേ അള്ളാഹുവിന്റെ അടുക്കൽ വിലമതിക്കുകയുള്ളൂ, സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നതാവുകയുള്ളൂ, മീസാനിൽ കനം തൂക്കുന്നതാവുകയുള്ളൂ. ആ ലാ ഇലാഹ ഇല്ലല്ലാ ബിസുദ്ഖിൻ വയഖീൻ, അതിന്റെ ഏറ്റവും സവിശേഷമായ സുപ്രധാനമായ രണ്ട് ഷർത്തുകളാണ് സത്യസന്ധതയോടുകൂടി, യഖീനോടുകൂടി. അങ്ങനെ നമ്മൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാ, അങ്ങനെ നമ്മൾ സാക്ഷ്യം വരിച്ചിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ തുദ്ഹിബു ശിർക കുല്ലഹ് ദിഖഹു വജില്ലഹ് വഖതഅഹു വഅംദഹ് വഅവ്വലഹു വആഖിറഹ് വസിറഹു വഅലാനിയതഹ്. അതിന്റെ ഫായിദ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് സുദ്ഖോടെ, സത്യസന്ധമായി, യഖീനോടെ, ദൃഢമായി, അതിലുള്ള കൃത്യമായ അറിവോടുകൂടി, ആഴത്തിലിറങ്ങിയ ഈമാനോടുകൂടി ഒരാൾ പറയുന്നുവെങ്കിൽ, പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ, ആ സാക്ഷ്യവചനം തുദ്ഹിബു ശിർക കുല്ലഹ്, ശിർക്കിനെ മുഴുവൻ ഇല്ലാതാക്കും. ദിഖഹു വജില്ലഹ്, അതിലെ സൂക്ഷ്മവും വലുതും ചെറുതും, ഏറ്റവും സൂക്ഷ്മമായതും ബൃഹത്തായതും എല്ലാം. വഖതഅഹു വഅംദഹ്, ശിർക്കിൽ നിന്ന് അബദ്ധത്തിൽ പിണഞ്ഞു പോകുന്നതോ അല്ല, ബോധപൂർവം ചെയ്തു പോകുന്നതോ. വഅവ്വലഹു വആഖിറഹ്, അതിലെ ഒന്നാമത്തെയും അവസാനത്തെയും, അഥവാ അതിന്റെ മുഴുവനായും. വസിറഹു വഅലാനിയതഹ്, അതിൽ രഹസ്യമായും പരസ്യമായും നമ്മിൽ നിന്ന് വന്നു പോയതും എല്ലാം അതിലൂടെ ഇല്ലാതായിത്തീരും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് സിദ്ഖോടെ, യഖീനോടെ നമ്മൾ പറയുന്നുവെങ്കിൽ മാത്രമല്ല, വതഅതി അലാ ജമീഇ സിഫാതിഹി വഖഫായാഹു വദഖായിഖിഹി, അതിന്റെ എല്ലാ സിഫത്തുകളോടുകൂടിയും, അതിലെ എല്ലാ സൂക്ഷ്മമായ വശത്തോടുകൂടിയും, അതിന്റെ എല്ലാ ഓരോ വിശദമായ കാര്യങ്ങളോടുകൂടിയുമാണ് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പറയുന്നതെങ്കിൽ അത് എല്ലാ തെറ്റുകളെയും മായ്ച്ചു കളയുകയും എല്ലാറ്റിനെയും, അതിന്റെ എല്ലാ ഗുണങ്ങളെയും ഇല്ലാതാക്കി കളയുകയും ചെയ്യും. വൽ ഇസ്തിഗ്ഫാർ, പിന്നെ ഇസ്തിഗ്ഫാറോ, ഇസ്തിഗ്ഫാർ യംഹു മാ ബഖിയ മിൻ അസറാതിഹി. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ ഷിർക്കിന്റെ എല്ലാ ഇനങ്ങളെയും, എല്ലാ ഗുണങ്ങളെയും, അതിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ കാര്യങ്ങളെയും, ചെറുതും വലുതും രഹസ്യവും പരസ്യവും എല്ലാ ഗുണഗണങ്ങളെയും ഇല്ലാതാക്കി തീർക്കും. ഇസ്തിഗ്ഫാറോ യംഹു മാ ബഖിയ മിൻ അസറാതിഹി. ഷിർക്ക് കഴിഞ്ഞാൽ തന്നിൽ നിന്ന് സംഭവിക്കുന്ന മറ്റെല്ലാ ചെറുതും വലുതുമായ മറ്റു തെറ്റുകളുണ്ടല്ലോ, അവനിൽ നിന്ന് വരുന്ന അബദ്ധങ്ങളുണ്ടല്ലോ, വയംഹു ദംബ അല്ലദീ ഹുവ മിൻ ശുഅബി ശിർക്ക്, മറ്റെല്ലാ തെറ്റുകളും ഷിർക്കിന്റെ ഉപഘടകങ്ങളിൽപ്പെട്ടതാണ്.
എല്ലാ തെറ്റുകളും ഷിർക്കിന്റെ ശുഅബുകളിൽപ്പെട്ടതാണ്, എല്ലാ നന്മകളും തൗഹീദിന്റെ ശുഅബുകളിൽപ്പെട്ടതാണ് എന്നതുപോലെ ഫഇന്ന ദുനൂബ കുല്ലഹാ മിൻ ശുഅബി ശിർക്ക്, എല്ലാ തെറ്റുകളും ഷിർക്കിന്റെ ശുഅബുകളിൽ ഉപശാഖകളിൽപ്പെട്ടതാണ്. ഫത്തൗഹീദു യുദ്ഹിബു അസ്ല ശിർക്ക്, അതിനാൽ തൗഹീദ് ഷിർക്കിന്റെ അസ്ലിനെ ഇല്ലാതാക്കും. ഏറ്റവും വലിയ എല്ലാത്തരം ഷിർക്കിനെയും വലുതും ചെറുതുമായ ഷിർക്കിനെ ഇല്ലാതാക്കുന്നതാണ്, അതിന്റെ അസ്ലിനെ ഇല്ലാതാക്കുന്നതാണ് തൗഹീദ്. വൽ ഇസ്തിഗ്ഫാർ യംഹു ഫുറൂഅഹു, ഇസ്തിഗ്ഫാർ അതിന്റെ ഉപശാഖകളെ, മറ്റു അബദ്ധങ്ങളും വീഴ്ചകളുമാകുന്ന ഷിർക്കല്ലാത്ത അതിന് ചുവട്ടിലുള്ള മറ്റെല്ലാ വീഴ്ചകളെയും ഇസ്തിഗ്ഫാർ മാച്ചുകളയും. ഫഅബ്ലഗു ثനാഇ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനാൽ അല്ലാഹുവിനെ വാഴ്ത്താൻ, അല്ലാഹുവിനെ സ്തുതിക്കാൻ ഏറ്റവും മികച്ച സനാ, ഏറ്റവും ഉന്നതമായ സനാ ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഅബ്ലഗു ദുആ, അത് ഏറ്റവും ദുആകളിൽ ഏറ്റവും അബ്ലഗായ ദുആയാണ് ഖൗലു അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദുആ അബ്ലഗായ ദുആയുമാണ്. ഫഅമറഹു ബിത്തൗഹീദ് വൽ ഇസ്തിഗ്ഫാർ, അതിനാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിലെ ഈ ആയത്തിൽ നബിയോട് കൽപ്പിച്ചിരിക്കുന്നത് ബിത്തൗഹീദ് വൽ ഇസ്തിഗ്ഫാർ, തൗഹീദ് കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടുമാണ് കൽപ്പിച്ചിട്ടുള്ളത്. ലിനഫ്സിഹി വലി ഇഖ്വാനിഹി മിനൽ മുഅ്മിനീൻ, സ്വന്തത്തോടും സ്വന്തത്തിനു വേണ്ടിയും തന്റെ സഹോദരങ്ങൾ മുഅ്മിനീങ്ങളായ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാർ ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൽപ്പിച്ചു. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളാണ് ഇവ രണ്ടും, തൗഹീദ് വൽ ഇസ്തിഗ്ഫാർ. വേറെ ഒരുപാട് സുപ്രധാനമായ ദുആകളും ഇസ്തിഗ്ഫാറിന്റെ രൂപങ്ങളും ഇതേ കാര്യത്തിൽ തന്നെയാണ് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണമായി നമുക്കറിയാം സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണുള്ളത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അബൂഉ ലക ബിനിഅമതിക അലൈ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത. അതിന്റെ തുടക്കം തൗഹീദ്, അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമാണ്. രണ്ടാമത്തെ ഭാഗം ഇസ്തിഗ്ഫാറുമാണ്. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറുകളുടെ കൂട്ടത്തിൽ മറ്റൊന്ന് നമുക്കറിയാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഒരാൾ 3 തവണ ദുആ ചെയ്താൽ എത്ര തന്നെയാണെങ്കിലും, എത്ര വലുതാണെങ്കിലും, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയതാണ് അവന്റെ തെറ്റെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കാൻ യോഗ്യമായ ദുആയാണ് അത്. അവിടെയെല്ലാം തൗഹീദും ഇസ്തിഗ്ഫാറും ഒന്നിച്ചു ചേർത്ത് പറയുന്നത് കാണാം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇതാണ് നമുക്ക് വഴി കാണിക്കേണ്ടത്. ഇസ്തിഗ്ഫാർ, തൗഹീദ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അതിലാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് അതിനാണ് ആവശ്യപ്പെട്ടത്. അതിനുശേഷം വന്നിട്ടുള്ള അമ്പിയാക്കൾ അവരെല്ലാവരും തൗഹീദ് പറയുന്നിടത്ത് അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും, പ്രശ്നങ്ങൾ ഒരുപാടാണ്, പല തരത്തിലുള്ളതാണ് പലർക്കും. ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹിയുടെ അടുക്കൽ ചില ആളുകൾ വന്നിട്ട് ചില കാര്യങ്ങളെ സംബന്ധിച്ച്, അവരുടെ വിഷയങ്ങളെയും വിഷമങ്ങളെയും സംബന്ധിച്ചൊക്കെ പറഞ്ഞത്, ഈ ആയത്ത് തഫ്സീർ ചെയ്യുന്നിടത്ത്
ശരീരങ്ങൾ കൊണ്ടുവരുന്നത് കാണാം. അദ്ദേഹത്തിന്റെ അടുക്കൽ ചിലർ വന്നിട്ട് പറഞ്ഞു, നാട്ടിൽ വരൾച്ച ബാധിച്ചിട്ടുണ്ട്, കന്നുകാലികളെല്ലാം ചത്തൊടുങ്ങിയിട്ടുണ്ട്, പ്രയാസകരമാണ് ജീവിതം. ഫർദിയെ സംബന്ധിച്ച്, ജീവിതത്തിലെ പ്രയാസങ്ങളെ സംബന്ധിച്ച്, സാമൂഹികമായി ബാധിച്ചിരിക്കുന്ന കഷ്ടപ്പാടുകളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കും. വേറെ ചിലർ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് മക്കളില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അദ്ദേഹം അതിനും മറുപടി പറഞ്ഞു, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. മറ്റു ചിലർ വന്നിട്ട് സാമ്പത്തികമായ പരാധീനതകളെ സംബന്ധിച്ച് പറഞ്ഞു. അദ്ദേഹം അതിനും മറുപടി പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചെയ്യും. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു നിൽക്കുന്നവര് അത്ഭുതത്തോടു കൂടി ചോദിച്ചു. വന്നിട്ട് ചോദിച്ചവരൊക്കെ പലതരത്തിലുള്ള വിഷയങ്ങളാണ് അവരുടെ പ്രശ്നങ്ങൾ. താങ്കൾ അവർക്കൊക്കെ കൊടുത്ത ഉത്തരം ഒറ്റൊന്നു മാത്രമാണല്ലോ, എല്ലാരോടും ഇസ്തിഗ്ഫാർ ചെയ്യാനാണല്ലോ പറഞ്ഞത്. ഹസനുൽ ബസീരി റഹ്മഹുല്ലാ അതിന് പറഞ്ഞ മറുപടി, മാ ഖുൽതു മിൻ ഇൻദി ഷൈഅ, ഞാൻ എന്റെ വകയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ വകയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ പറഞ്ഞത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും, നൂഹ് നബി പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, റബ്ബേ, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപങ്ങൾക്ക് പൊറുക്കലിനെ തേടും. ഇന്നഹു കാന ഗഫാറ, കാരണം അവനാണ് ഗഫാർ, തീർച്ചയായും അവനാണ് ഗഫാർ. എത്ര തന്നെയാണ് തന്റെ അടിമകളുടെ തെറ്റുകളെങ്കിലും പുറത്തു തരാൻ അവൻ മാത്രമാണുള്ളത്. ധാരാളമായി തെറ്റ് ചെയ്യുന്നവർക്ക് ധാരാളമായി പുറത്തു കൊടുക്കുന്ന റബ്ബാണവൻ. ഗഫാറാണ്, ഒരുപാട് പുറത്തു കൊടുക്കാൻ കഴിയുന്നവരാണ്. മനുഷ്യന്മാര് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒരു തവണ, 2 തവണ, ഇനിയോ? സ്വന്തം മക്കൾക്ക് പോലും ആരും പുറത്തു കൊടുക്കൂല, ബാപ്പാക്ക് പോലും ആരും വിട്ടുകൊടുക്കൂല. മനുഷ്യരത്രേ ഉള്ളൂ. എന്നാ റബ്ബിന്റെ സിഫത്ത് വലില്ലാഹിൽ മസലുൽ അഅല, അവൻ ഗഫാറാണ് എന്നാണ്. ഒരാളൊരു തെറ്റ് ചെയ്തു, എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അവൻ പുറത്തു കൊടുക്കും. വീണ്ടും അവൻ അത് ചെയ്തു, വീണ്ടും അവൻ ഇസ്തിഗ്ഫാർ ചെയ്താൽ വീണ്ടും അള്ളാഹു പുറത്തു കൊടുക്കും. അതെത്ര തന്നെ വലുതായിരുന്നാലും, എത്ര തന്നെ ഒരു പരിധിയില്ലേ, ആ പരിധി കടന്നുപോയെങ്കിലോ, നമ്മൾ സാധാരണ പറയും എല്ലാറ്റിനും ഒരു പരിധിയില്ലേ, അള്ളാഹു അവരെയാണ് വിളിച്ചത്, ആ പരിധി കടന്നുപോയ ആളുകളെ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനെതിരിലാണ് ഒരാൾ തെറ്റ് ചെയ്തു കൂട്ടുന്നത്. ആരെയാണ് ഉപദ്രവിക്കുന്നത്? റബ്ബിനെ ഒരു തരിമ്പ് പോലും ആരും ഉപദ്രവിക്കുന്നില്ല. തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ ഉപദ്രവിക്കുന്നത് തന്നെ തന്നെയാണ്. തന്റെ നഫ്സിനാണ് അപകടം വാങ്ങി വെക്കുന്നത്. എല്ലാ അപകടങ്ങളും അവനവന്റെ തെറ്റുകൾ കൊണ്ട് വന്നു ചേരുന്നതുമാണ്. സ്വന്തം നഫ്സിനെതിരിൽ അതിർലംഘനം ചെയ്ത് അതിര് കടന്ന് അബദ്ധം ചെയ്തു പോയിട്ടുള്ള അസ്റഫു അല അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട് അതിര് കടന്നിട്ടുള്ള ആളുകളെ, എന്റെ അടിമകളെ, എന്റെ ദാസന്മാരെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. നൂഹ് നബി വിളിച്ചത് ശിർക്കിലകപ്പെട്ട സമൂഹത്തെയാണ്. അമ്പിയാക്കളൊക്കെ വിളിച്ചത് മുശ്രിക്കീങ്ങളായ ആളുകളെയാണ്. ഇസ്തിഗ്ഫാറിന് വേണ്ടി കൽപ്പിച്ചത് അവരോടാണ്. ശിർക്കിൽ നിന്നവർ രക്ഷപ്പെട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നതിന് വേണ്ടി. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഫഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും, ഗഫാറാണവൻ. എന്ന് മാത്രമോ, ഇസ്തിഗ്ഫാറിന്റെ ഫവായിദുകൾ എന്നിട്ട് അള്ളാഹു എണ്ണി പറഞ്ഞു, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ആകാശത്ത് നിങ്ങൾക്ക് സമൃദ്ധമായി അള്ളാഹു നിങ്ങളിലേക്ക് അയച്ചു തരും.
ആകാശത്തെ നിങ്ങളിലേക്ക് അയച്ചു തരും. ആകാശത്തേക്ക് കണ്ണും നട്ട് കൈകൾ നന്നായി ഉയർത്തി മനുഷ്യർ താണ് കേണ് അങ്ങനെ ചോദിക്കുന്ന സമയമാണ്, മഴയില്ലാത്ത സന്ദർഭം. എന്നാൽ ആ ആകാശത്തെ നിങ്ങളുടെ അടുക്കലേക്ക് അങ്ങ് കൊണ്ടുവന്നു തരും, അയച്ചു തരും. നിങ്ങൾ വിദൂരമെന്ന് കാണുന്ന ആ ആകാശത്തെ അള്ളാഹ് നിങ്ങൾക്ക് എത്തിച്ചു തരും. ആ വാക്കാണ് അള്ളാഹ് അവിടെ ഉപയോഗിച്ചത്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. വയുംദിദുക്കും, നിങ്ങൾക്കവൻ ആയുസ് നീട്ടിത്തരും, ബറക്കത്ത് നൽകും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിതത്തിൽ സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും, സമ്പത്തിലും സന്താനങ്ങളിലും ആയുസ്സിലും അള്ളാഹു നിങ്ങൾക്ക് വർധനവ് നൽകും, ബറക്കത്ത് നൽകും, ഖൈറ് നൽകും. എല്ലാറ്റിനും കൂടി അള്ളാഹ് പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തോട് പറഞ്ഞതായി അള്ളാഹു എടുത്ത് നമുക്ക് ഉണർത്തി തന്നത് ഇസ്തഗ്ഫിറു റബ്ബക്കും എന്നതാണ്. അതാണ് ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ടാണ് ആ കാര്യം പറഞ്ഞത്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നൊക്കെ ചില ആസാറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. മഴയ്ക്ക് വേണ്ടി ദുആയിരക്കാൻ നിന്നിട്ട് ദീർഘമായി ദുആ ചെയ്തു. പക്ഷേ അള്ളാഹുവെ മഴ തരണേ എന്നൊരു വാക്ക് അവർ കേട്ടില്ല. അപ്പൊ താങ്കൾ മഴ ചോദിക്കാൻ വിട്ടുപോയോ, മറന്നുപോയോ എന്ന് ചോദിച്ചപ്പോ ഏതൊന്നുകൊണ്ടാണോ മഴ പെയ്യുന്നത് ആ ഖജനാവിന്റെ താക്കോലാണ് ഞാൻ അള്ളാഹിനോട് ചോദിച്ചത്. നിങ്ങൾ കേട്ടില്ലേ ഞാൻ എത്രയാണ് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരുന്നത്? ഇസ്തിഗ്ഫാർ വളരെ പ്രധാനപ്പെട്ടതാണ്. തന്റെ സ്വഹീഫത്തിൽ അള്ളാഹിന്റെ അടുക്കലുള്ള ഏട്ടിൽ നമുക്ക് അള്ളാഹു നൽകുന്ന ഏടുകളിൽ ഇസ്തിഗ്ഫാർ ധാരാളമായി കാണുന്നവർക്കാണ് സ്വർഗത്തിന്റെ മധ്യഭാഗത്തുള്ള തൂബ എന്ന് നമുക്ക് കാണാം. എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമാണത്. തൗഹീദ് നേരെയാക്കുകയും അത് ശരിയാം വിധം പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ, ആ ഷഹാദത്ത് അതിന്റെ കൃത്യമായ ശുറൂത്തുകൾ പാലിച്ചുകൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും മരിക്കുകയും ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വരുന്ന അബദ്ധങ്ങൾക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഒരു മനുഷ്യന് തൗഫീഖ് കിട്ടിയാൽ ദുനിയാവിലെ എല്ലാ ഭാഗ്യവും അവനിൽ സമ്മേളിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഫായിദ കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി, എല്ലാ മുഅ്മിനാത്തുകൾക്കും വേണ്ടി ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്യണം. ഒരു മുഅ്മിൻ തന്റെ മുഅ്മിനായ സഹോദരന് വേണ്ടി ഗൈബിൽ ദുആ ചെയ്താൽ അതുകൊണ്ട് വല്ലാത്ത ഒരു ഫായിദ ഉണ്ട്. മലക്കുകൾ അവന് വേണ്ടി ആമീൻ പറയും. നിനക്കും തുല്യമായി ലഭിക്കട്ടെ എന്ന് മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്യും. അങ്ങനെ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സമ്പത്താണ് മലക്കുകളുടെ ഇസ്തിഗ്ഫാർ. അതിന് നമ്മൾ കാരണമായി തീരും, പാത്രമായി തീരും. എപ്പോ? ഒരു മുഅ്മിന് വേണ്ടി നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ. അത് തന്നെയും നമ്മൾ മുത്തലഖായി അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ദുആ ചെയ്യുമ്പോൾ ലോകത്ത് എത്ര മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഉണ്ടോ, അള്ളാഹുവിന്റെ പടപ്പുകളിൽ എത്ര മുഅ്മിനാത്തുകളും മുഅ്മിനീങ്ങളും ഉണ്ടോ അവരുടെ ഒക്കെ അത്രയും എണ്ണം ഹസനാത്തുകൾ, അജ്ർ അതിനനുസരിച്ച് നമുക്ക് രേഖപ്പെടുത്തപ്പെടും എന്ന് കാണാം. അപ്പൊ എത്രയാണ് അതിന്റെ ഫായിദ? അതിനനുസരിച്ച് അവർക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ ഗൈബിൽ, അവരാരും അറിയാതെ, അവരാരും കേൾക്കാതെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അത്രയും നമുക്ക് ആമീനും പറയുന്നു. എത്രയാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഗുണം? വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മാത്രമോ സലഫുകൾക്ക് വേണ്ടി, നമ്മെ മുൻകടന്നിട്ടുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി
അവരുടെ കൂടെ സ്വർഗത്തിലെത്താൻ, അവരുടെ പിൻഗാമികളായി തീരാൻ സ്വഹാബത്തിന് ശേഷം വരുന്നവർ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞു. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം വരുന്ന ഇഹ്സാനോടുകൂടി വളരെ പെർഫെക്റ്റായി അവരുടെ വഴി പിന്തുടരുന്ന ആളുകൾ, അവർ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. റബ്ബേ, ഞങ്ങൾക്കും ഈമാനിൽ ഞങ്ങളെ മുൻകടന്നിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ, പുറത്തു തരണേ. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ അവരോട് ഒരു തരിമ്പ് പോലും ഗില്ല് ഉണ്ടാക്കരുതേ, അവർക്ക് എന്നെ പുറത്തു കൊടുക്കണേന്ന് അള്ളാനോട് ചോദിക്കുന്നവൻ പിന്നെ അവന്റെ മനസ്സിൽ എന്ത് ബാക്കി വെക്കാനാ അവരോട്? മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നവൻ പിന്നെ അവന്റേത് കഴിഞ്ഞിട്ടല്ലേ, തന്റേത് വിട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടല്ലേ അള്ളാഹുവേ എന്ന് അള്ളാഹിനോട് അവന് വേണ്ടിയിട്ട് ശഫാഅത്ത് ചെയ്യുന്നത്. മനസ്സിൽ പിന്നെ നുരുമ്പും ബാക്കിയുണ്ടാകുമോ? ഗില്ല് ബാക്കി ഉണ്ടാവില്ല. നമ്മൾ ശഅബാൻ മാസത്തിലാണ്. ശഅബാൻ മാസത്തിന്റെ പകുതിയിലെ രാവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളതാണ്. ആ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹിദുകളായ എല്ലാവർക്കും അല്ലാഹ് പുറത്തു കൊടുക്കും. രണ്ട് ഗുണങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന് മുവഹിദുകളായിരിക്കണം, രണ്ടാമത്തേത് മുഅ്മിനീങ്ങളോട് മനസ്സിൽ ഗല്ലില്ലാത്തവർ, അഥവാ മുഅ്മിനീങ്ങളോട് മനസ്സിലൊരു പ്രയാസവുമില്ലാത്ത ആളുകളായിരിക്കണം. ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാൻ അങ്ങനെ ഒരു പ്രാധാന്യമുള്ളതാണ്. യത്ലഉ അല്ലാഹു ഇലാ ജമീഇ ഖൽഖിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാനിന്റെ പകുതിയുടെ രാവിൽ തന്റെ അടിമകളെ പ്രത്യേകമായി നോക്കുക തന്നെ ചെയ്യും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, എല്ലാ പടപ്പുകൾക്കും അല്ലാഹു അന്ന് പുറത്തു കൊടുക്കും. ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ, മുശ്രിക്കോ മുശാഹിനോ ആയ ഒരുത്തനല്ലാതെ. ശിർക്കും ഷഹ്നാഉം മനസ്സിൽ നിന്ന് വിദൂരമാക്കപ്പെട്ടിട്ടുള്ള, തൗഹീദിലും അതുപോലെ തന്നെ മുഅ്മിനീങ്ങളോടുള്ള ഹുബ്ബിലും ഹൃദയമൂട്ടപ്പെട്ടിട്ടുള്ളവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും, അങ്ങനെയുള്ള എല്ലാ പടപ്പുകൾക്കും. ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ. അസ്ബഹാനി അഥവാ ഖവ്വാമുസ് സുന്നഹ് റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്നത് നമുക്ക് കാണാം. അൻ ഉമൈർ ബിൻ ഹാനി പറയുന്നു, ഖാല സഅൽതു ഇബ്ന സൗബാൻ അനിൽ മുശാഹിൻ. ഇബ്നു സൗബാനോട് മുശാഹിൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ചോദിച്ചു. ഫഖാൽ ഹുവ താരിഖു ലിസുന്നത്തി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്വാഇനു അലാ ഉമ്മത്തിഹി അസ്സാഫിഖു ലിദിമാഇഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വെടിയുകയും അദ്ദേഹത്തിന്റെ ഉമ്മത്തിനെ കുറ്റം പറഞ്ഞു നടക്കുകയും സ്വഹാബത്തിനെ പഴിക്കുകയും